അപ്പോൾ അവിടുത്തെ ബീഫ് മന്തി എന്ന് പറയുന്ന വിഭവം കഴിക്കരുത് എന്ന് ഞാൻ പ്രത്യേകം പറയാണ്. നമ്മൾ സെൽഫായിട്ട് പഠിക്കാതെ ഒരിക്കലും എന്താവില്ല, നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റില്ല. വെൽക്കം ബാക്ക് ടു അവർ വീഡിയോ ഡേ 18 ആൻഡ് 19. കാരണം 2 ദിവസത്തെ വീഡിയോ ആക്ച്വലി എടുക്കാൻ പറ്റിയിട്ടില്ല. അതിന് റീസൺ എന്താ വെച്ചാൽ, ഒന്നാമത് നല്ല ട്രാവലിംഗ് ആയിരുന്നു. ഇവിടുന്ന് ഞാൻ നേരെ തിരൂര് പോയി. തിരൂരിൽ നിന്നൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേ 18, അതായത് മിനിയാന്ന്. അത് കഴിഞ്ഞ് ആ മീറ്റിംഗ് കഴിഞ്ഞ് നേരെ കാലിക്കറ്റ് പോകേണ്ടി വന്നു. കാലിക്കറ്റ് ഫർദർ എൻ്റെ മെൻറ്ററും ഫ്രണ്ടുമായിട്ടുള്ള അൻഷാദ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അൻഷാദിനായിട്ട് ഞാൻ അവിടുന്ന് മീറ്റ് ചെയ്ത് അവൻ്റെ ഫാദറിൻ്റെ സർജറി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ആളെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്ത്, അതാണ് ആ ഡേയിൽ നിന്ന് ഓവറോൾ പണി വെച്ച്. ഇവിടുന്ന് ട്രാവൽ ചെയ്യാൻ അറിയാലോ. മോർണിംഗിൽ ഇവിടുന്ന് ഡ്രൈവ് ചെയ്തിട്ട് പോയി, ഏകദേശം വൈകുന്നേരം ആയപ്പോഴാണ് അവിടെ എത്തിയത്. നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. ദെൻ അതേപോലെ തന്നെ ഇന്ന് രാവിലെ പുലർച്ചയ്ക്ക് ഞാൻ എന്ത് ചെയ്തു, തിരിച്ച് ഇങ്ങോട്ട് എത്തി. ഏകദേശം ഒരു 5-6 മണി ആയിട്ടുണ്ടാവും റൂമിലെത്താൻ വേണ്ടിയിട്ട്. 6 മണിക്ക് എത്തി ഇന്നിങ്ങോട്ട് എത്തിയത്. പക്ഷേ ഇന്നലെ അതേപോലെ തന്നെ കുറച്ച് പണികളെന്ന് വെച്ചാൽ ഇന്നലെ കോഴിക്കോട് പോകേണ്ടായിരുന്നു. നമ്മുടെ DXDൻ്റെ എന്താ പറയുക, നെയിം ബോർഡ് പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് കളക്ട് ചെയ്തു. അറ്റ് ദ സെയിം ടൈം സെൽവ മർച്ചാനായിട്ട്, അതായത് നമ്മുടെ പോപ്പുലർ ആയിട്ടുള്ള F1 ഡ്രൈവർ, ഫസ്റ്റ് ഇന്ത്യൻ F1 ഡ്രൈവർ, മൈ ഫ്രണ്ടാണ്. ഞങ്ങൾ പരിചയപ്പെടുന്നത് നാസമിറ്റിൽ വെച്ചിട്ടാണ് കേട്ടോ. അതിന് ശേഷം നല്ല ഒരു കണക്ഷനും നല്ലൊരു നെറ്റ്വർക്കും ആളുമായിട്ടുണ്ട്. പക്ഷെ ആൾക്ക് ഒരു ലിമിറ്റ്ലെസ് എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റി ബിൽഡിങ്ങിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ കുറച്ച് പർച്ചേസിങ്ങും പ്രൊഡക്റ്റ് പർച്ചേസിങ്ങും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. സ്റ്റിക്കേഴ്സും അതിൻ്റെ ഒരു മെർച്ചൻഡൈസ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഷോപ്പിഫൈ ഡെവലപ്മെൻറ്റ് ഓൺ പ്രോഗ്രസിങ് ആണ്. ലിമിറ്റ്ലെസ് 97 എന്നൊരു ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ പിന്നിൽ. സോ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. സെൽവ മർജാൻ വരുന്ന 24th, 26th, 28th 3 ഇവൻ്റ് ഉണ്ട്. 24th നമ്മൾ കൊച്ചിയിലാണ് പ്ലാൻ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് കോഴിക്കോട്, ദെൻ ബാംഗ്ലൂർ. അപ്പം ഈ ഇവൻറ്റുകൾ കണ്ടക്ട് ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അത് കഴിയുന്നത് ഇന്നലെ നൈറ്റ് ഏകദേശം ഒരു 12:30 ഒക്കെ ആയിരുന്നു. 12:30 ആ ടൈം ആയപ്പോഴാണ് ഫിനിഷ് ചെയ്യുന്നത്. രാവിലെ ഞാൻ ഇറങ്ങിയതാണ് കോഴിക്കോട്ടേക്ക്. അങ്ങനെ അത് കഴിഞ്ഞ് തിരിച്ച് അതേ ഒറ്റ സ്ട്രെച്ചിൽ ഡ്രൈവ് ചെയ്ത് നേരെ കൊച്ചിയിലേക്ക് വന്നു. കൊച്ചിയിലെ 6 മണിയായി എത്താൻ. ബിക്കോസ് ഇന്ന് നമുക്കൊരു അടിപൊളി പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അടിപൊളി പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഒരു പ്ലഗിൻസ് ലേൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റോക്ക് മാർക്കറ്റ് കേരള ഒരു വൺ ഓഫ് ദ വെർട്ടിക്കൽ ആയിട്ടുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അതുപോലെ തന്നെ മെയിൻ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ്, അതുപോലെ സൈബർ സെക്യൂരിറ്റി, UI UX ഡിസൈനിങ് എന്നീ കോഴ്സുകൾ പഠിപ്പിക്കുന്ന ഒരു അക്കാദമി ഉണ്ട്. അപ്പോൾ ആ അക്കാദമീൻ്റെ ഫസ്റ്റ് കോൺവെക്കേഷൻ സെറിമണിയിലാണ്. അപ്പോൾ ഐ എം ഗ്ലാഡ് ആസ് ഒരു ഏജൻസി ഓണർ എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ CEO എന്ന നിലയ്ക്ക് ഒരുവിധം എല്ലാ പുതിയ എന്താ പറയുക അക്കാദമികളിലൊക്കെ എനിക്കൊരു സെഷൻ എടുക്കാൻ പോകാൻ പറ്റാറുണ്ട്. സോ ഇന്ന് എൻ്റെ പാർട്ണറും മുസ്തു ഉണ്ടായിരുന്നു കൂടെ. ഞങ്ങൾ കുറേ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻഡസ്ട്രി, വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദ ടെക്നോളജി ഇൻഡസ്ട്രി, IT-യിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഒരു കരിയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു എന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏകദേശം ഓവറോൾ ഒരു 2 and 3 hours ഞങ്ങൾ അതിലുണ്ടായിരുന്നു. സോ ഡേ 20 അപ്ഡേറ്റ് ആണിത്. 3 ദിവസം ഒരുമിച്ച് അപ്ഡേറ്റ് തരുന്ന ഒന്നുകൊണ്ടല്ല. ഇന്ന് ഈ അപ്ഡേറ്റ് തന്ന നാളെ മുതൽ നമ്മൾ ഡെയിലി വീണ്ടും വീഡിയോ ഇട്ട് തുടങ്ങും. കാരണം കുറച്ച് ട്രാവലിംഗ് അധികം ആയതുകൊണ്ട് അതിനിടയിൽ വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും സമയം തീരെ കിട്ടിയില്ല. ബിക്കോസ് നല്ല ടയേർഡായിരുന്നു. കാരണം ഇന്നിപ്പോൾ രാവിലെ വന്ന് വരുന്ന വഴിക്ക് ഏകദേശം 2 hours ജസ്റ്റ് ഒറ്റ സ്ട്രെച്ചിൽ വന്നപ്പം കാറിൽ തന്നെ ഇരുന്ന് കുറച്ച് 2 മണിക്കൂർ കിടന്നുറങ്ങി. എന്നിട്ടാണ് ഞാൻ റൂമിലേക്ക് വന്ന് ഫ്രഷായി ഇവിടെ വന്ന് ഞാൻ രാവിലെ ഒന്ന് ഗ്രൂം ചെയ്യാൻ പോയി 9 മണിക്ക്. ദെൻ അവിടുന്ന് 10 മണിയായപ്പോഴേക്കും നമ്മുടെ പ്രോഗ്രാം സ്ഥലത്തേക്ക് എത്തിയത്. അത് കഴിഞ്ഞ് ഞങ്ങൾ എന്താ പറയുക, അത് ഇരുന്നു കംപ്ലീറ്റ്ലി. പിന്നെ ഞാൻ പറഞ്ഞ സെൽവ മർജാൻ്റെ വെബ്സൈറ്റും ഇമെയിലും പരിപാടികളും അതിൻ്റെ കുറച്ച് സെറ്റപ്പും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ജസ്റ്റ് റൂമിലെത്തിയിട്ടുള്ളൂ. നല്ല ടയേർഡാണ്. കാരണം വെച്ചാൽ എന്താ പറയുക, പിന്നെ ഒരു വേസ്റ്റ് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നൊരു ഫുഡ് കഴിച്ചു. ഞാൻ ഇന്ന് ഏറ്റവും നല്ലൊരു സുഹൃത്തിൻ്റെ ഹോട്ടലിൽ നിന്ന് കഴിച്ചതുകൊണ്ട് ഞാൻ സ്ഥാപനം പറയുന്നില്ല. ലുലുവിൽ അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്ഥാപനമാണ്. അപ്പോൾ അവിടുത്തെ ബീഫ് മന്തി എന്ന് പറയുന്ന വിഭവം കഴിക്കരുത് എന്ന് ഞാൻ പ്രത്യേകം പറയാണ്. കാരണം ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു ഇന്ന്. അത് കഴിഞ്ഞ് ഇപ്പം
9 o'clock ആയി. വീട്ടിലെത്തി. എന്താണ് എൻ്റെ ഒരു ടോക്കർ ഓഫ് ലവ് ഉണ്ട് എൻ്റെ മോൾക്ക് കൊടുത്ത അതിൻ്റെ ഫോട്ടോ ഞാൻ കാണിച്ചത്. അപ്പോൾ അവളത് എടുത്ത് വെച്ചു. സോ ഇതാണ് ഓവറോൾ ലാസ്റ്റ് 3 days ആയിട്ടുള്ള. അപ്പോൾ സോ ഡേ 18, ഡേ 19, ഡേ 20 നമ്മൾ ആൾക്കാരാണ്, കരച്ചിലൊക്കെ നോക്കണ്ട. അപ്പോൾ ഇത്രയും ദിവസത്തെ അപ്ഡേറ്റ് ആണിത്. സ്റ്റേ ട്യൂൺ ഗൈസ്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്, നമ്മുടെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എനിവേ നമ്മളെ DX2 ബ്രാൻഡിങ്, ദ ബ്രാൻഡ് അക്കാദമി, അതുപോലെ തന്നെ കോഡ് ക്ലബ് ഈസ് ഓൾമോസ്റ്റ് ലൈവാണ്. DX2 ബ്രാൻഡിങ് നമ്മുടെ ഇപ്പോൾ ഒന്നും കൂടി കൂടുതൽ പ്രൊജക്റ്റുകളിലേക്ക് ഫോക്കസ് ചെയ്ത് തുടങ്ങി. അത്യാവശ്യം നല്ല മീറ്റിങ്സൊക്കെ നമ്മളിപ്പം എടുക്കുന്നുണ്ട്. കുറച്ച് ഫിൽറ്റർ ചെയ്തിട്ടുള്ള ബ്രാൻഡുകളാണ് ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. എനിവേ താങ്ക് യു വെരി മച്ച്. സ്റ്റേ ട്യൂൺ. സോ ഇത്രയേ ഉള്ളൂ. വീണ്ടും കാണാം. ബൈ. സോറി ഇന്നത്തെ ലേണിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് ഞാൻ പഠിച്ച കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ എത്ര അക്കാദമീസും എത്ര ഇൻസ്റ്റിറ്റ്യൂട്ടുകളും വന്നാലും അൺടിൽ ആൻഡ് അൺലെസ്, ഇപ്പം ഞാനിന്ന് എന്താ സെഷൻ എടുത്തു കൊടുത്ത കുട്ടികളോടും പറഞ്ഞു കൊടുത്ത ഒരു കാര്യമാണ്. അതായത് പല ക്വസ്റ്റ്യൻസുകളൊന്നും അവരിങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ തന്നെ ഇറങ്ങുന്നില്ല എന്നുള്ളതാണ്. അപ്പം നമ്മൾ എക്സ്പീരിയൻസും എക്സ്പെർട്ടൈസും പോയിട്ട് പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ല, അല്ലെങ്കിൽ അവർക്ക് ഫിയർ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ ചോദിക്കാൻ പറ്റുന്നില്ല. അത്രയും നമ്മൾ ഫ്രീ ആയിട്ട് അവർ സംസാരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വെച്ചാൽ, ഇവരോടൊക്കെ ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു മെൻറ്ററോ അല്ലെങ്കിൽ ഒരു അക്കാദമിയോ ഇൻസ്റ്റിറ്റ്യൂട്ടോ കോളേജോ വേറെവർ നമ്മൾ പഠിച്ചാലും നമ്മൾ സെൽഫായിട്ട് ലേൺ ചെയ്തില്ലെങ്കിൽ ഒരു കാര്യമില്ല. നമുക്ക് എത്തേണ്ടടുത്ത് നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടാവണം, ഒരു വിഷൻ ഉണ്ടാവണം. ഞാൻ ഇന്ന് അവിടെ പറഞ്ഞൊരു സ്റ്റോറിയിൽ, ഒരു കുട്ടി സ്റ്റോറി ഞാൻ തന്നെ ആലോചിച്ച് നോക്കിയപ്പം ഭയങ്കര സംഭവമാണ്. അതായത് ഒരു സാധാരണ ഫാമിലി ഒരാൾ പറയാണ്, എനിക്ക് ബിസിനസ് ചെയ്യണം, ഫാമിലിയിൽ നിന്ന് എന്താണ് സപ്പോർട്ടില്ല, ഫിനാൻഷ്യൽ സപ്പോർട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഫിനാൻഷ്യൽ സപ്പോർട്ട് ഉണ്ടായിട്ടൊന്നും വേണ്ട ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ എന്നുള്ളത് ഞാൻ അവർക്ക് പ്രൂവൺ ചെയ്ത് കൊടുത്തു. ബിക്കോസ് ഓഫ് മീ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ടും ഇല്ലാതെ വെറും 0 എന്ന് തുടങ്ങിയതാണ്. വിചാരിച്ച് നമുക്ക് ഒരുപാട് ഫണ്ട് നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടെന്നല്ല അതിൻ്റെ അർത്ഥം. ബട്ട് സ്റ്റിൽ നമുക്ക് ഗ്രോ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസും നമുക്ക് ഫണ്ട് ഉണ്ടാക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസും ത്രൂ ദിസ് ബിസിനസ് നമുക്ക് പറ്റുന്നുണ്ട്. സോ എന്നത്തെ കോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്റ്റേ കൺസിസ്റ്റൻ്റ്ലി പ്രോസസ്സിൽ നിങ്ങൾ വിശ്വസിക്കുക, ട്രസ്റ്റ് ചെയ്യുക, ഡെയിലി ചെയ്തുകൊണ്ട് നിൽക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുക, പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കുക. സ്റ്റേ ട്യൂൺ. ഇത്രയേ ഉള്ളൂ. അടിപൊളിയാവട്ടെ, ഉഷാറാവട്ടെ. വീണ്ടും കാണാം. ബൈ.